കുറച്ച് മുമ്പായിട്ട് ഞാനൊരു വാട്ടർ കളർ പെയിന്റിംഗ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെയിന്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചെയ്തത് എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. കുറച്ചൊന്ന് ബ്ലറായിട്ട് വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് എന്നുള്ളത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറ്റ് ഓൺ വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഡ്രൈ ആയിരിക്കുന്ന പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെള്ളം വാഷ് ചെയ്തിട്ട് വെറ്റാക്കി എടുക്കും. അപ്പോൾ വെറ്റായിരിക്കുന്ന പേപ്പറിൻ്റെ മുകളിലോട്ട് നല്ല വെറ്റായിട്ടുള്ള പെയിൻറ് അപ്ലൈ ചെയ്ത് പെയിൻറ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് സിംപ്ലി വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് എന്ന് പറയുന്നുണ്ടാവും. ഞാനിവിടെ ഡ്രൈ ആയിരിക്കുന്ന പേപ്പറിൻ്റെ മുകളിലോട്ട് ഇതേപോലെ വെള്ളം വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ഫുള്ളായിട്ട് വാഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള കളറെല്ലാം നല്ല രീതിയിൽ വെറ്റാക്കി എടുത്ത ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ കളേഴ്സ് എല്ലാം നോക്കി ഇതേപോലെ ബ്ലറായി പോയിട്ട് നല്ല ബ്ലറായിട്ട് നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഒബ്ജക്റ്റ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇതേപോലെ ഒബ്ജക്റ്റ് വരച്ചു കഴിഞ്ഞാൽ അത് വെറ്റായിരിക്കുമ്പോൾ തന്നെ ഒബ്ജക്റ്റ് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് ബ്ലറായി പോകുന്നുണ്ടായിരിക്കും. നമ്മളിവിടെ ആദ്യം വാഷ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് വാഷ് ഒരു 50% ഡ്രൈ ആയിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റ് വരയ്ക്കണമെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റ് ഒരു 50% ബ്ലർ ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം ഡ്രൈ ആയിട്ടാണോ നമ്മൾ അതിൻ്റെ മുകളിൽ ഒബ്ജക്റ്റ് വരയ്ക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഒരു ബ്ലർ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒബ്ജക്റ്റ് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറച്ചൊന്നും ഡള്ളായി നിൽക്കുന്ന ഒരു എഫക്റ്റ് ഞാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആർട്ടിസ്റ്റ് ബെനീഷ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി വാട്ടർ കളർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.